SSF ഇറങ്ങി സമരം ചെയ്തു, അത് മാറ്റിച്ചു. അതേ, ഞങ്ങളെ പള്ളി പിടിക്കാൻ പാലപ്പറ്റയിൽ വന്നു. SYSഉം SSFും അതിനെതിരെ പോരാടി ഞങ്ങളെ പള്ളി ഞങ്ങൾ നിലനിർത്തി. ഇനി പറയട്ടെ, ഇനി പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും, ആർക്കും സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഇടവണ്ണയിൽ ഞങ്ങൾ രാജ്യത്തുള്ള നിയമം കയ്യിലെടുക്കരുതല്ലോ. തീവ്രവാദവും ഭീകരവാദവും നമ്മുടെ സമുദായത്തിന് ഞങ്ങൾ പഠിപ്പിക്കൂല, ഞങ്ങളുടെ അനുയായികൾക്ക് നമ്മൾ പഠിപ്പിക്കൂല. അതുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടത്തിന് എത്ര ആളുകളെ കൊന്നുപോയി, പകരം ഒരൊറ്റ വ്യക്തിയെ അങ്ങോട്ട് ഞങ്ങൾ കൊന്നിട്ടില്ല. കാരണം ഞങ്ങൾ കോടതിയെ സമീപിക്കുകയല്ലാതെ, നിയമപാലകന്മാരെ സമീപിക്കുകയല്ലാതെ, ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന തീവ്രവാദത്തിന് ഞങ്ങളെ നേതാക്കളെയോ അനുയായികളെയോ കിട്ടുകയില്ല. ഞങ്ങൾക്കത് ഇസ്ലാമിന്റെ ആദർശം പഠിപ്പിച്ചിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന് തീവ്രവാദമില്ല, നിയമം കയ്യിലെടുക്കലില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും, ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും. അതാ നിയമപരമായി ചെയ്യും, സംശയം വേണ്ട. ഓ സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് എന്താണ്? ഞങ്ങളെ പള്ളികൾ മുഴുവനും പിടിച്ചെടുത്തില്ലേ? ഞാൻ ചിന്തിക്കുകയാണ്. അതേ, അവിടെ നിലമ്പൂരിനടുക്കൽ ഒരു മക്ബറ പൊളിച്ചു. മുജാഹിദീങ്ങൾ രാത്രി സമയത്ത് ആരും കാണാതെ മക്ബറ പൊളിച്ചു. പക്ഷേ ഞങ്ങൾ അത് അവരെ കൊണ്ട് രണ്ടാമത് കെട്ടിച്ചില്ലേ? അത് കെട്ടിച്ചതെന്താ? അത് കെട്ടിച്ചത് ഞങ്ങളെ സംഘടനയുടെ ശക്തിയാ. സംഘടനയിൽ എല്ലാവരും ഉറച്ച് സുന്നത്ത് ജമാഅത്തിനെ പിന്തുണച്ചിട്ടാ. തലശ്ശേരിയിൽ പൊളിച്ചില്ലേ? SSFകാർ ജമാഅത്ത് ഇസ്ലാമിക്കാരെ കൊണ്ട് വീണ്ടും കെട്ടിച്ചില്ലേ? കെട്ടിച്ചപ്പോ ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ എഴുതിയെന്തറിയോ? അവരെഴുതിയത് സുബ്ഹാനല്ലാഹ്, അവർക്ക് ആദ്യം ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്യൽ ഹറാമായിരുന്നു, ശിർക്കായിരുന്നു. അതേ കക്ഷികൾ മാറി, പിന്നെ വോട്ടിന് ഇലക്ഷന് നിൽക്കൽ തുടങ്ങി. അപ്പൊ അവരെന്താ എഴുതി അറിയോ? ഇതാ, അധികാരമില്ലാതെ ഖബർ പൊളിക്കാൻ ചെന്നാൽ സ്വയം ഖബറിനുള്ളിൽ പോകേണ്ട ഗതികേടുണ്ടാവും. അതുകൊണ്ട് അധികാരം വേണം, നമുക്കും ഭരണത്തിൽ കയറണം. ജമാഅത്ത് ഇസ്ലാമിക്കാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലേ? ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സംഘടനകൾ ശക്തിപ്പെടണം. അത് ശക്തിപ്പെട്ടാലേ ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ഇവിടെ ഞങ്ങളെ പള്ളികളും മദ്രസകളുമൊക്കെ പലതും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പിടിച്ചെടുത്തു. ഞങ്ങളെ മഖബറകൾ അടിച്ചു തകർത്തു. ഇപ്പൊ അതിന് കഴിയൂല. കാരണം SSF ഉണ്ട്, SYS ഉണ്ട്, ഇപ്പൊ മുസ്ലിം ജമാഅത്തും ഉണ്ട്. ഇപ്പോഴതാ നാളെ ഇൻഷാ അല്ലാഹ് കോഴിക്കോട്ട് വഖഫ് ബോർഡിന്റെ ഓഫീസിലേക്ക് മാർച്ച. സുഹൃത്തുക്കളെ, ഏപ്രിൽ മാസത്തിലാ മാർച്ച് നടത്തുന്നത്. എന്താ കാരണം? നല്ല ചൂടുള്ള സമയം. കാരണം പള്ളികൾ ഓരോന്നും മുജാഹിദിന് വാങ്ങിക്കൊടുക്കുക വഖഫ് ബോർഡ്. അതിനെന്താ വേണി? ആകെ രണ്ട് കൂട്ടറാ, ഒന്ന് ഷിയാക്കളും ഒന്ന് സുന്നികളും. അതുകൊണ്ട് എല്ലാം മുജാഹിദ് ജമാഅത്തൊക്കെ പള്ളി കമ്മിറ്റി കയറട്ടെ. അതനുവദിക്കൂല കേട്ടോ. ഞങ്ങളെ മുൻഗാമികളായ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങള്, അവര് വഖഫ് ചെയ്ത മൈതാനികള്, അവര് വഖഫ് ചെയ്ത പള്ളികള്, അതൊക്കെ ഇവിടുത്തെ മുജാഹിദിനും കൂടി അവകാശം വെച്ചു കൊടുത്തിട്ട് അവർക്കും കൂടി പള്ളിയുടെ അധികാരം കൊടുക്കാൻ അനുവദിക്കൂല. അതേ സമയത്ത് പള്ളി മൈതാനികൾ മറവ് ചെയ്യുന്നതിന് ഞങ്ങളാരും തടസ്സം ചെയ്യാറില്ല. അവകാശം പള്ളിക്കമ്മിറ്റിയിൽ അവകാശം സുന്നിയല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കാൻ അനുവദിക്കൂല. ഓ സുഹൃത്തുക്കളെ, മെല്ലെ ഞങ്ങളിത് നേരത്തെ കണ്ടതാണ്. മഹാനായ താജുൽ ഉലമയുടെ കറാമത്ത് അവിടെയാണ്. വെറുതെ അല്ലല്ലോ, കുറെ ദിവസത്തോളം വീട്ടിൽ തന്നെ കഴിഞ്ഞ താജുൽ ഉലമ വഫാത്താകുന്ന ദിവസം അതേ കർണാടകക്കാരൻ അതേ മുടിപ്പൂരിലുള്ള ബഷീർ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ താജുൽ ഉലമയെ കാണാൻ പോയി. ഉസ്താദേ, പോയി കാണണം. ദിക്റല്ലാതെ ഒന്നും സംസാരിക്കുന്നില്ല, വെറും ദിക്റിൽ മുഴുകിയിരിക്കുകയാണ്. ഞാൻ താജുൽ ഉലമയെ കാണാൻ പോകണമെന്നു മനസ്സിലാക്കി പിറ്റേന്ന് പോകാമെന്ന് കരുതി. പക്ഷേ വൈകുന്നേരം ഫോണ് വരുന്നു, താജുൽ ഉലമ വഫാത്തായി പോയി. മഹാനവറുകളുടെ മകൻ തങ്ങളവറുകൾ എന്നോട് പറഞ്ഞു, ബാപ്പ എന്റെ മടിയിൽ കിടന്നു മരിച്ചു. ബാപ്പാദാ
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലലും മരിക്കലും ഒന്നായിട്ടാണ് ഉസ്താദേ. മകൻ എന്നോട് അനുഭവം പറയുകയാണ്. അതുപോലെ അതാ കർണാടകയിലുള്ള ചെറുപ്പക്കാർ അനുഭവം പറയുകയാണ്. വെറുതെയാണോ അവിടുന്ന്, വെറുതെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിടവാങ്ങിയത്? സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യൂല, ഒരു മുജാഹിദിനെയും അടുപ്പിക്കൂല. ഒരു ജമാഅത്തുകാരനും മകളെ കെട്ടിച്ചു കൊടുക്കണ്ട, ഒരു മുജാഹിദിനെയും അതാ മുജാഹിദിന്റെ സമ്മേളനം വരുമ്പോ ഞാൻ വേദനയോടെ പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ സമ്മേളനത്തിന് വിളിക്കുമ്പോ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ സമ്മേളനത്തിന് വിളിക്കുമ്പോ ചില മന്ത്രിമാർക്ക് പണ്ഡിതന്മാരുടെ കൂടെ സ്റ്റേജിൽ കയറിക്കൂടാ, MLAക്ക് കയറിക്കൂടാ. കാരണം സുന്നത്ത് ജമാഅത്തിനെ ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ച മുസ്ലിയാമാര് അവർ ഹാലളകുന്ന പേടിയിലാണവര്. അതുകൊണ്ട് തന്നെ അവർക്ക് സുന്നികളുള്ള സ്റ്റേജിൽ വന്നൂടാ. അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, മുജാഹിദിന്റെ സർവ്വ സമ്മേളനങ്ങളും പോയിട്ട് ഏത് MLA ഉദ്ഘാടനം ചെയ്താലും ഏത് മന്ത്രി പോയി തുടങ്ങിക്കൊടുത്താലും അപ്പുറത്തെ മുസ്ലിയാക്കന്മാർക്ക് ഒരു വിഷമവും കാണുന്നില്ലല്ലോ. എല്ലാം കൂട്ട് കമ്പനിയാണെന്നതിന് അത് തന്നെ തെളിവല്ലയോ? ചോദിക്കട്ടെ, ധൈര്യമുണ്ടോ സമസ്ത എന്ന് പറയുന്ന കക്ഷികൾക്ക്? ധൈര്യമുണ്ടോ പറയാൻ? നിങ്ങളെ മുൻഗാമികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതുപോലെ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ സ്റ്റേജിൽ പങ്കെടുക്കരുത്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ പരിപാടി ഉദ്ഘാടനം ചെയ്യരുത്, അതുപോയി നിങ്ങളതിന് നേതൃത്വം കൊടുക്കരുത് എന്ന് പറയാൻ സമസ്ത എന്ന പേരിൽ നടക്കുന്നവർക്ക് അതാ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇത് ഞാൻ വേദനയോടെ പറയാണ് സുഹൃത്തുക്കളെ. നമ്മൾ സമസ്ത എന്ന് കേട്ടാൽ നമുക്ക് വലിയ ബഹുമാനമല്ലേ, ആദരവല്ലേ? അതെന്തുകൊണ്ടുണ്ടായതാ? ഇഖ്ലാസുള്ള പണ്ഡിതന്മാര് മുൻഗാമികൾ കഴിഞ്ഞുപോയി. അവര് സുന്നത്ത് ജമാഅത്തിനപ്പുറം അധികാരത്തിനോ പണത്തിനോ വില കൽപ്പിച്ചവരല്ല കേട്ടോ. അവരാഖിറത്തിന് വില കൽപ്പിച്ചവരാണ്, സത്യസന്ധരാണ്. കേട്ടിട്ടില്ലേ നിങ്ങള്? ഞാനൊരു പണ്ഡിതൻ പ്രസംഗിക്കുന്ന കേട്ട്, വയനാട്ടിൽ നിന്നാ കേട്ട്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ട് ഞാൻ കാണാത്തത് പറയൂല, പറയാണ് കേട്ടതാണ് കേട്ടതെന്ന് പറഞ്ഞേ പറയുള്ളൂ. അങ്ങനെ ഞാൻ കേട്ടൊരു സംഭവമാണ്. സുബ്ഹാനല്ലാഹ്, കുട്ടിയാമൂസിലെ എന്നിട്ട് വലിയൊരു ആലിമുണ്ടായിരുന്നു. എവിടെ? വെളിയങ്കോട്. ഞാൻ മഹാനവറുകളെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയാമൂസിലാരെ ഒരാള് രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് wudu എടുക്കുമ്പോ ബേക്കിന്ന് അടിച്ചളഞ്ഞു. പണ്ഡിതന്മാരടിക്കുന്നവരും കുതുന്നവരൊക്കെ ഇല്ലേ ലോകത്ത്? സുബ്ഹാനല്ലാഹ്, അടികിട്ടിയ കുട്ടാമുസ്ലിയാര് അതാ അടിച്ച ചങ്ങാതി ഇങ്ങനെ ഓടുന്നത് കണ്ടു. പിന്നാലെ ഓടാനും അടിക്കാനൊന്നും പോയില്ല. കോടതി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോ കോടതിയിൽ കേസ് വന്നപ്പോ വക്കീല് പറഞ്ഞു, ഓ ഉസ്താദ് അവറുകളെ, മുസ്ലിയാരെ, നിങ്ങൾ അയാൾ അടിക്കുന്നത് കണ്ടു എന്ന് നിങ്ങൾ പറയണേ. മൂപ്പര് പറഞ്ഞു, അത് ഞാൻ പറയൂല, കാരണം അടിക്കുന്നത് ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ അന്നേരം തന്നെ ഓടൂലേ? എന്നെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എന്നെ അടിച്ചിട്ട് ഓടുന്നതാ കണ്ടത്, അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇയാളാന്നുള്ളതിന് പിന്നെ തെളിവ് നിൽക്കൂല. അതുകൊണ്ട് നിങ്ങൾ കളവ് പറയണം, നിങ്ങൾ അടിക്കുന്നത് കണ്ടു എന്ന് തന്നെ പറയണം. ഞാൻ ചിലർ കളവ് ഞാൻ പറയൂല, കേസ് നീങ്ങിപ്പോ, കേസ് നീങ്ങുന്നേ നീങ്ങിക്കോട്ടെ, ഞാൻ കളവ് പറയൂല. കോടതിയിലെത്തി, കോടതിയിൽ ജഡ്ജി, കോടതിയിൽ മറ്റേ അപ്പുറത്തെ വക്കീൽ വെച്ച്, മുസ്ലിയാരെ നിങ്ങൾ ഇയാൾ അടിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല എന്ന് പറഞ്ഞു. കേസ് നീക്കിപ്പോയി, കേസ് തോറ്റുപോയി. പക്ഷേ നിങ്ങളറിയോ, ആ അടിച്ച മനുഷ്യൻ അദ്ദേഹത്തിന് കുറച്ച് ദിവസം കഴിയുമ്പോ തലക്കൊരു വേദന വന്നു. വേദന സഹിക്കുന്നില്ല, വേദന കൂടി വന്നു. വേദനയ്ക്ക് കുറച്ചെങ്കിലും ശമനം കിട്ടണമെങ്കിൽ തലക്കിങ്ങനെ ഇടിക്കണം. തലക്കിങ്ങനെ ഇടിച്ചാൽ കുറച്ച് വേദന കുറയും. അങ്ങനെ ഇയാളിങ്ങനെ ഇടിക്കാൻ തുടങ്ങി. സ്വന്തം കൈ കൊണ്ട് സ്വന്തം തലക്കിടിച്ചു, ഇടിച്ചങ്ങ് മരിച്ചുപോയി കേട്ടോ. അതാണ് ഇഖ്ലാസുള്ള പണ്ഡിതന്മാര്, സത്യസന്ധന്മാര്. നിങ്ങൾ ആലോചിക്കണ്ട, ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചു നടക്കുന്നതിനാൽ കൊന്നുകളഞ്ഞാൽ ഞങ്ങൾ പകരം കൊല്ലാൻ പറയൂല, ഞങ്ങൾ കളവ് പറയാൻ പറയൂല, ഞങ്ങൾ ഗീബത്ത് പറയാൻ പറയൂല. ചോദിക്കട്ടെ, ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് ചെന്നു.
സുബ്ഹാനല്ലാഹ്, ഒരു ഓലസെറ്റ് വിദേശത്തും നാട്ടിലും തൊഴിൽ വാങ്ങിച്ചു കൊടുക്കുന്ന, ആയിരക്കണക്കിന് പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും നിർമ്മിക്കുന്ന ഇഖ്ലാസുള്ള പണ്ഡിതന്മാരെ ചെറിയ കുട്ടികളോട് മദ്രസയിൽ നിന്ന് ഗീബത്ത് ഉറ്റിച്ചു കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ഗീബത്ത് പറയുന്ന മുഅല്ലിമീങ്ങൾക്ക് അള്ളാന്റെ റസൂലിൽ വിശ്വാസമുണ്ടോ? ഖുർആനിൽ വിശ്വാസമുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തദസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയ്യുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹമ അഖീഹി മൈത്താ. ഖുർആൻ പറയുന്നു ഗീബത്ത് പറഞ്ഞാൽ ശവം തിന്നലാണ്. ചോദിക്കട്ടെ, ആരുടെയൊക്കെ ശവമാ തിന്നുന്നത്? ആരുടെയൊക്കെ മയ്യിത്താ കടിച്ചു കീറിയിട്ട് കൊടുക്കുന്നത്? ഇത് ഖുർആനല്ലേ പറഞ്ഞത്? നബി തങ്ങൾ പറയുന്നു അശദ്ദു മിൻ 30 സനിയ, 30 വ്യഭിചാരത്തെക്കാൾ ഗൗരവമുള്ള തെറ്റാണ് ഗീബത്ത്. 30 വ്യഭിചാരത്തെക്കാൾ ഗൗരവം. സുബ്ഹാനല്ലാഹ്, പള്ളി മദ്രസയിൽ വന്ന മുഅല്ലിമ് 30 വ്യഭിചാരം ഓരോ ദിവസവും, ഒന്നല്ല രണ്ടല്ല, 30 വ്യഭിചാരം കുട്ടികളോട് നടത്തുകയല്ലേ? അപ്പൊ ഈ കുട്ടികളെ ഞങ്ങൾ മദ്രസയിൽ അയച്ചാൽ എന്താകും? അത് പിന്നെ പറയണോ? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പച്ചക്കറിക്ക് എന്താ കുഴപ്പോ? തമിഴ്നാട്ടിനൊരു കുഴപ്പമില്ല, അതിന് ചേർത്ത വളത്തിന്റെ ദോഷ. വളം പെടക്കായ സാധനം മോശാവൂ. അപ്പൊ ഈ കുട്ടികൾക്ക് അവരെ മനസ്സിലിട്ട് കൊടുക്കുന്ന വളം ഗീബത്തിന്റെ വളമാ, കളവിന്റെ വളമാ, സുന്നത്തിമായത്തിനെതിരായ വളമാ. ആ വളമാണ് നമ്മളെ മക്കൾക്ക് കിട്ടുന്നതെങ്കിൽ ആ മക്കളെ ഈമാൻ തെറ്റിപ്പോവും. സുഹൃത്തുക്കളെ, ഈമാൻ തെറ്റിപ്പോവും. കാരണം ഈമാന് നിലനിൽക്കേണ്ടത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിലാണ്, അല്ലാഹുവിന്റെ ദിക്റിലാണ്, അല്ലാഹുവിന്റെ ദിക്റിലാണ്. അതുകൊണ്ടല്ലേ പ്രസവിച്ച ഉടനെ വലത്തേറ്റ വീട്ടിൽ ബാങ്ക് കേൾപ്പിക്കാനാ പറഞ്ഞത്. അള്ളാന്റെ ദിക്റാ കൽപ്പിക്കേണ്ടത്, ഇടത്തേറ്റ വീട്ടിലും ദിക്റാ കൽപ്പിക്കേണ്ടത്, ഖുർആൻ ആയത്തുകളാ കൽപ്പിക്കേണ്ടത്. പോരാ, ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ തന്നെ ബിസ്മി ചൊല്ലിയിട്ടാ തുടങ്ങേണ്ടത്. കാരണം ഈ ജന്മത്തിൽ വരുന്ന കുട്ടി നന്നാകണമെങ്കിൽ ദിക്റിലൂടെ വളരണം കുട്ടി, നല്ല വാക്കിലൂടെ വളരണം കുട്ടി. ഗർഭിണികളും ചൊല്ലേണ്ടത് ദിക്റാണ്. കഴിയുന്നതും ദുആഉൽ ഖർബ് ചൊല്ലിക്കോ. ഞാൻ ഇന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഗർഭിണികൾക്ക്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സിറാജുൽ ഹുദയിൽ പലരും വന്ന് നേർച്ച തന്ന ദിവസമാണ്. ഞാൻ ഇപ്പോൾ വരുമ്പോൾ തൊട്ടടുത്ത് പാണ്ടിക്കാട് ഒരു പ്രസംഗത്തിനൊരു സ്ഥാപനത്തിൽ ചെന്നപ്പോ അതാ സലാലയിലുണ്ടായിരുന്ന അബ്ബാസ് ഹാജി വന്ന് പൊന്നിന്റെ വള തന്നു. 3 കൊല്ലം വരെ കുട്ടി സംസാരിച്ചിരുന്നില്ല. സിറാജുൽ ഹുദയിലേക്ക് വള നേർച്ചയാക്കി സംസാരം തുടങ്ങി. ഇനി കുട്ടിയുടെ ബാക്കി രോഗം മാറാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്നും ഞാൻ പറയട്ടെ, എന്റെ അനുഭവത്തിലുണ്ട്. ഗർഭത്തിലുള്ള പെണ്ണ് ആ ഗർഭത്തിലുള്ള ശിശുവിനെ സംബന്ധിച്ച് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഹാർട്ടിന് ഓൾസാണെന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞത് പറഞ്ഞു. അതേ കുട്ടിക്ക് ആ ശരീരത്തിനും ആത്മാവിനും എല്ലാ വളർച്ചക്കും നല്ലതാണ് ദുആഉൽ ഖർബ്. ഫത്ഹുൽ മുഈനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദിക്റുകൾ കൊണ്ടാണ് വയറ്റിലുള്ള കുട്ടികളെ ആത്മീയമായി വളർത്തേണ്ടത്, ജനിച്ചാലും വളർത്തേണ്ടത്. അതേ സുഹൃത്തുക്കളെ, മരിക്കുമ്പോഴും ദിക്റാ ചൊല്ലിക്കൊടുക്കേണ്ടത്. അതാണ് ഇസ്ലാം. അതിന് പകരം മദ്രസയിലെ മുസ്ഹഫും തുറന്നു വെച്ചിട്ട് അത് ആലിമീങ്ങളെ ഗീബത്ത് നമ്മളെ മക്കള് കേട്ടാൽ ഇട്ട വളം ബടക്കാണ് കേട്ടോ. നമ്മളെ മക്കള് ബടക്കായി പോവും കേട്ടോ. അതുകൊണ്ട് ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളെ മക്കള് നന്നാകണമെങ്കിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ എല്ലാ മഹല്ലത്തിലും തുടങ്ങിക്കോ. ഇല്ലെങ്കിൽ മക്കൾക്കിടുന്ന വളം മോശമാണ്. ആ വളം ചേർത്ത് വളരുന്ന കുട്ടികളെ ദുന്യാവും ആഖിറവും നഷ്ടമാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, നമ്മളെ മക്കൾ നിരീശ്വരവാദികളോ നിർമ്മതവാദികളോ മതവിരോധികളോ കൊലയാളികളോ ആയി പോകും കേട്ടോ. എന്താ കാരണം? അങ്ങനത്തെ വളയല്ലേ ചേർക്കുന്നത്. ഈ മക്കൾക്ക് ചേർക്കുന്ന വളം അതല്ലേ കൊലയാളികളാക്കുന്ന വളം. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, നിരീശ്വരവാദിയായാലെങ്ങനെ? മുസ്ലിയാർ ഒരു ക്ലാസ് പാഠം പഠിപ്പിച്ചു കൊടുക്കുക, ഗീബത്ത് പറയുന്നത് ശവം തിന്നലാണ്, ഹറാമാണ്, ഖുർആൻ വിരോധിച്ചാണ്. അതേ മുസ്ലിയാരന്റെ അടുത്ത നിമിഷം വേറൊരു ആലിമിന്റെ ഗീബത്ത് പറഞ്ഞു കൊടുക്കുക കുട്ടിക്ക്. അപ്പൊ കുട്ടി എന്ത് മനസ്സിലാക്കും? ഈ ഖുർആൻ ഈ മുസ്ലിയാർക്ക് വിശ്വാസമില്ല, എന്നെ പഠിപ്പിച്ച മുസ്ലിയാർക്ക് ഞാൻ എന്ത് വിശ്വസിക്കാനാ?
ഈ ഇസ്ലാമിൽ ഈ മൊയ്ലാർക്ക് വിശ്വാസമില്ല. ഞാനെന്ത് വിശ്വസിക്കാനാ? നിരീശ്വരവാദികൾ വളരും നമ്മുടെ സമുദായത്തിൽ, മതവിരോധികൾ വളരും നമ്മുടെ സമുദായത്തിൽ, ഖുർആൻ വിരോധികൾ വളരും നമ്മുടെ സമുദായത്തിൽ. ഗീബത്ത് പറയുന്ന മുഅല്ലിമീങ്ങളെ മദ്രസയിൽ നിർത്തിയാൽ, ഓ സഹോദരന്മാരെ, അതിന് നമുക്ക് മദ്രസയിലെ മുഅല്ലിമിനെ മാറ്റാൻ കഴിയൂലേ? എന്നാ മദ്രസ തന്നെ അങ്ങ് മാറിക്കോ. അള്ളാന്റെ ദീന് മക്കൾക്ക് പഠിപ്പിച്ചോ. മടച്ചവന്റെ കോടതിയിലെത്തുമ്പോ മുസ്ലിയാമാര് ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയണ്ട. പലപ്പോഴും വിളിച്ചാ പലരും വരൂല. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇലക്ഷൻ എടുത്ത സമയമാ, അതുകൊണ്ട് എല്ലാരും വരുന്ന സമയമാ. അതുകൊണ്ട് ഇപ്പോഴങ്ങ് പറയാണ്, ഇപ്പൊ എല്ലാരും വരും. കാരണം എല്ലാവർക്കും കേൾക്കണം, ആരാ ജയിക്കുക ആരാ തോക്കുക. അത് ഞാനിപ്പൊ തന്നെ അങ്ങ് പറയാം, വോട്ട് കൂടുതൽ കിട്ടുന്ന ആള് ജയിക്കും കേട്ടോ. അതേ സമയത്ത് വോട്ട് കൂടുതൽ കിട്ടേണ്ട പണിയെടുത്തോ, വോട്ട് നഷ്ടപ്പെടുത്തുന്ന പണിയെടുക്കണ്ട. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. മുസ്ലിമാണോ അവന് കടപ്പാടുകളുണ്ട്. അതിൽപ്പെട്ട കടപ്പാട് ആ രോഗിയെ സന്ദർശിക്കണം, മരിച്ച വീട്ടിൽ പോകണം, മരിച്ച വീട്ടിൽ പോകണം. കൊല്ലപ്പെട്ടാൽ പോലും ആ വീട്ടിൽ കയറൂലെന്ന് തീരുമാനിക്കരുത്. കൊല്ലപ്പെട്ട വീട്ടിലൊന്ന് കയറി നോക്കണം, മരിച്ച വീട്ടിലൊന്ന് കയറി നോക്കണം. മുസ്ലിമിന്റെ കടപ്പാടാണ്. മയ്യിത്ത് ചുമക്കണം, അതേ രോഗിയെ സന്ദർശിക്കണം, അതുപോലെ സലാം പറയണം, അടക്കണം. അങ്ങനെ ഇസ്ലാമിന്റെ കടപ്പാടുകൾ ക്ഷണിച്ചാൽ സ്വീകരിക്കണം. സുബ്ഹാനല്ലാഹ്, ഞാൻ ക്ഷണിച്ചു നോക്കി പലരെയും. സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു നോക്കി, പലർക്കും വന്നുകൂടാ. മുജാഹിദിന്റെ സ്റ്റേജിൽ പോകുന്നതിന് ഒരു കുഴപ്പമില്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ സ്റ്റേജിൽ പോകുന്നതിന് കുഴപ്പമില്ല, സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജിൽ വന്നൂടാ. എന്തേ കാരണം എന്ന് മനസ്സിലാകുന്നില്ല. ഓ സുഹൃത്തുക്കളെ, ക്ഷണിച്ചാ സ്വീകരിക്കണം. മുസ്ലിമിന്റെ കടപ്പാടല്ലേ. മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മുസ്ലിമാവോ? മുസ്ലിമിന്റെ നടപടി വേണ്ടേ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പറഞ്ഞത്. അതേ, നിസ്കരിച്ചാലും ശരി. ഞാൻ ആ ഹദീസ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. വൈന്നഹു മൻ ഖറജ മിനൽ ജമാഅത്തി, മുസ്ലിം കൂട്ടായ്മയിൽ നിന്ന്, ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് വല്ലവനും പുറത്തുപോയാൽ, ഖൈദ ശിബിരിൻ, ഒരു ചാണ് പുറത്തുപോയാൽ, ഫഖദ് ഖലഅ റിബഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖിഹി, അവന്റെ കഴുത്തിൽ നിന്ന് ഇസ്ലാമിന്റെ കയറവൻ ഊരിക്കളഞ്ഞു. ഇല്ലാ യുറാജി, അവൻ തിരിച്ചു വന്നാലല്ലാതെ. വമൻ ദഅ ബിദഅവൽ ജാഹിലിയ്യത്തി, ജാഹിലിയ കാലത്തുള്ളതുപോലെയുള്ള ആശയങ്ങളും ആ നിലക്കുള്ള വിളികളും പറച്ചലുമായി വല്ലവനും പോയാൽ, അവൻ ജഹന്നമിലുള്ള കൂട്ടങ്ങളിൽപ്പെട്ടതാണ്. വൈൻ സാമ, അവൻ നോമ്പെടുത്താലും, വൈൻ സല്ലാ വസല്ലാ, അവൻ നിസ്കരിച്ചാലും, വസഅമ അന്നഹു മുസ്ലിം, ഞാനൊരു മുസ്ലിമാണെന്ന് വാദിച്ചാലും, സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയവർ അവൻ നരകത്തിലെ വിറകാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ആദർശം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ മുൻകാല നേതാക്കളാണ്. പുളിക്കലിൽ വെച്ച് എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് അന്നൊരു കാലത്തൊരു MLA പറഞ്ഞപ്പോ, മർഹൂം EK അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ, EK അബൂബക്കർ മുസ്ലിയാർ അന്ന് സ്റ്റേജുമെന്ന് പറഞ്ഞു. പറഞ്ഞ വാചകം കേട്ടവർ ഈ സദസ്സിലില്ലേ? പറഞ്ഞതെന്താണ്? അതാ, ഒരു മുജാഹിദ് ഇലക്ഷന് നിന്നാൽ, അതിന്റെ നേരപ്പുറത്തൊരു ഹിന്ദു നിന്നാൽ ഞങ്ങളവൻ മുസ്ലിമാന്ന് നോക്കൂല. സുന്നത്ത് ജമാഅത്തിനെ സഹായിക്കാത്ത മുസ്ലിമിനെ ഞങ്ങൾ തോൽപ്പിക്കും, ആ ഹിന്ദുവിനെ ഞങ്ങൾ വിജയിപ്പിക്കും എന്ന് പറഞ്ഞത് മഹാനായ EK അബൂബക്കർ മുസ്ലിയാരാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാ എല്ലാ സുന്നികളും തക്ബീറുചൊല്ലി സ്വീകരിച്ചു. അപ്പോൾ ശേഷം മഹാനായ മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രസംഗത്തിൽ പറഞ്ഞു, ശൈഖുന പറഞ്ഞത് അടിവരയിട്ട് ഞാനും പറയുന്നു. അതേ, സുന്നത്ത് ജമാഅത്തിനെ തൊട്ട് കളിച്ചാൽ, സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ വന്നാൽ, അവനാരാണെങ്കിലും പേരെന്താണെങ്കിലും ഞങ്ങളവനെ തോൽപ്പിക്കുമെന്ന് വാണിയമ്പലം പറഞ്ഞു. അതിന്റെ ശേഷം മർഹൂം EK അസ്സം മുസ്ലിയാരിൻ വറല്ലാഹു മർഖദ, നിങ്ങളെ പാലക്കാട് ജില്ലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഇഖ്ലാസോടെ വല്ലാതെ അധ്വാനിച്ച ആ ധീരപുരുഷൻ മഹാനായ മർഹൂം EK അസ്സം മുസ്ലിയാർ, അല്ലാഹുവേ അവരുടെയൊക്കെ ഖബറിൽ സന്തോഷം വർദ്ധിപ്പിക്കണേ അല്ലാ. മഹാനവറുകൾ പറഞ്ഞു, എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ
ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് ഒരു മുജാഹിദ് അങ്ങനെയാ പറയേണ്ടത്. അസമൂലേറെ പ്രസംഗമാണ്. അങ്ങനെയാ ഒരു മുജാഹിദ് പറയേണ്ടത്. അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? മുജാഹിദാന്ന് അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞതിൽ മുജാഹിദിന് കുഴപ്പമില്ല. പക്ഷേ അത് പറയാനുള്ള ധൈര്യമുണ്ടായത്, സുന്നികൾക്കെതിരെ നാവനക്കാൻ ധൈര്യമുണ്ടായത്, സുന്നികൾക്കെതിരെ സഹായിക്കാൻ ധൈര്യമുണ്ടായത്, സുന്നികളെ വോട്ട് വാങ്ങി ജയിച്ച MLA സ്ഥാനം കൊണ്ടാണെങ്കിൽ ആ സ്ഥാനം ഇനി അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട എന്ന് മഹാനായ EK ഹസൻ മുസ്ലിയാർ പറഞ്ഞു. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്ത് അവർക്ക് ഇന്ന സലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സുന്നികൾക്ക് അവരെ നിസ്കാരവും അവരെ ഇബാദത്തും അവരെ ജിഹാദും, ജിഹാദ് എന്ന് പറഞ്ഞാൽ അധ്വാനമാണ്, തീവ്രവാദമല്ല. അവരധ്വാനവും അവരുടെ സ്ഥാപനങ്ങളും സംഘടനകളും പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും അവരുടെ സമ്പത്തുകളും അവരുടെ ശരീരങ്ങളും അവരെ എല്ലാം അതേ അവരുടെ സമ്മതിദാന അവകാശമടക്കം ഒക്കെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് കേട്ടോ, അള്ളാന്റെ പൊരുത്തത്തിനാണ് കേട്ടോ. ഇനിയൊരു കാര്യം കൂടി ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് ഉപദേശിക്കുകയാണ്. ഇലക്ഷൻ ആകുമ്പോഴേക്ക് ഉള്ള ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയണ്ട, കുടുംബങ്ങൾ തമ്മിൽ തല്ലണ്ട, അയൽവാസികൾ തമ്മിൽ കൊല്ലണ്ട, നാട്ടുകാർ തമ്മിൽ ശണ്ട കൂടണ്ട, അവനവന്റെ സമ്മതിദാന അവകാശം പോയങ്ങ് നിർവഹിച്ചാ പോരെ സുഹൃത്തുക്കളെ. അതുപോലെ അതിനപ്പുറം എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വേറെയുള്ളവനെ കൊല്ലാനും ചീത്ത പറയാനും നടന്നാൽ വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, പറയുന്ന വാക്കുകളൊക്കെ ഹാദിറും ഷാഹിദുമായ രണ്ട് മലക്കുകൾ, റഖീബ് അതീദ്, ഹാദിറും ഷാഹിദും എന്നല്ലേ അതിനർത്ഥം. അങ്ങനെ ഹാദിറും ഷാഹിദുമായ രണ്ട് മലക്കുകൾ റിക്കാർഡാക്കുന്നില്ലേ? അതുകൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു വാക്കും പറഞ്ഞു പോകണ്ട, ആരെയും കുറ്റം പറയണ്ട, ചീത്ത പറയണ്ട, തെറി വിളിക്കണ്ട. നമ്മളത് അച്ചടക്കത്തോടെ ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. SSFന്റെ പ്രവർത്തകന്മാർ, SUSന്റെ പ്രവർത്തകന്മാർ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ആളുകളല്ല. ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി നേരം വെക്കാനുമില്ല. ഓ സുഹൃത്തുക്കളെ, ഞങ്ങൾ ആ സമയത്ത് ഒരു ദിക്ർ എല്ലാം നോക്കും, ഒരു ഹൽക്ക നടത്താൻ നോക്കും, ഒരു സലാത്തി എല്ലാം നോക്കും, അതുപോലെ ഒരു പള്ളി ഉണ്ടാക്കാൻ നോക്കും, ഒരു മദ്രസ ഉണ്ടാക്കാൻ നോക്കും, ദീനീ പ്രവർത്തനത്തിന് നീങ്ങും. കാരണം ഞങ്ങൾ ആയുസ് അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടും, ഞങ്ങളുടെ ആയുസ് അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടും, ഞങ്ങളെ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും, ഞങ്ങളെ യുവാത്വം ചോദ്യം ചെയ്യപ്പെടും. ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ആളുകളല്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനുള്ളവരാണ്. ഞങ്ങളതുമായി മുന്നോട്ട് പോകും. അതേ സമയത്ത് നിങ്ങൾ ചോദിക്കും, പിന്നെ നിങ്ങളെന്തിനാ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ വോട്ട് ചെയ്യാനൊക്കെ പോകും, വോട്ട് ചെയ്യാൻ പോവും. ഞങ്ങൾ ഇന്ത്യ രാജ്യക്കാരാണ്, ഞങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. അത് വിനിയോഗിക്കും, അത് വിനിയോഗിക്കേണ്ടതുപോലെ വിനിയോഗിക്കും, അത് വിനിയോഗിക്കേണ്ടതുപോലെ വിനിയോഗിക്കും. പക്ഷേ അതൊരു വലിയ സൽക്കർമ്മം വിചാരിച്ചിട്ട് അവിടെ ബൂത്ത് പോയിട്ട് ഇങ്ങനെ ഈറ്റിക്കാതിരിക്കാനൊന്നും ഞങ്ങളെ കിട്ടൂല. കാരണം അത് പള്ളിയല്ല, അവിടെ പോയിട്ട് ഈറ്റിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ആവശ്യമുള്ള പണിയെടുക്കും, അത്രമാത്രം. ഓ സഹോദരന്മാരെ, നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനവുമായി നമ്മൾ നന്നായി മുന്നേറണം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് ദീൻ. അതിനപ്പുറം സുബ്ഹാനല്ലാഹ്, കുറ്റ്യാടിയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ നമ്മളെ പള്ളി പിടിച്ചെടുത്തു. 11 മഹലിൽ മുഴുവൻ സുന്നി പള്ളികൾ അവർ പിടിച്ചെടുത്തു. ജമാഅത്തും മുജാഹിദ് ഒരൊറ്റ കുട്ടി ഉണ്ടായോ ചോദ്യം ചെയ്യാൻ? കാരണം നമ്മുടെ സംഘടനയ്ക്ക് ശക്തിയിലായിരുന്നു. അൽഹംദുലില്ലാഹ്, SSFൽ പ്രവർത്തിച്ച ധൈര്യവുമായിട്ട് ഞാൻ പോയി ഓലഷെഡ് കിട്ടി സിറാജുൽ തുടങ്ങിയപ്പോ നമ്മളെ ഒരു മദ്രസ തിരിച്ചു പിടിച്ച് ചെറിയോമ്പളത്ത്, വേറൊരു മദ്രസയിലെ ബെഞ്ചും ഡെസ്കൊക്കെ മടക്കി വാങ്ങി. മദ്രസ തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കയ്യും പോലെ തഖ്വ വസ്തത്തൊന്നുമല്ലേ, കയ്യും പോലെയല്ലേ തഖ്വ, അത് തിരിച്ചു പിടിച്ചു. അങ്ങനെ വേറൊരു സ്ഥലത്ത് വേറൊരു മദ്രസ തിരിച്ചു പിടിച്ചു. അങ്ങനെ പലതും തിരിച്ചു പിടിച്ചു. അത് മാത്രമല്ല, അൽഹംദുലില്ലാഹ്, ഞാൻ സുന്നത്ത് ജമാഅത്തിന് പ്രസംഗിക്കുന്നത് വല്ലാത്ത വിഷമാണ് ഈ അപ്പുറത്തെ സമസ്തയിലുള്ള ചില ആളുകൾക്ക്. അവരിങ്ങനെ പറയും, പേരോട് പ്രസംഗിച്ചിട്ട് മുജാഹിദ് ഉണ്ടാവുകയാണ്, നിങ്ങൾ കുറ്റ്യാടി വരി, ഞാൻ കാണിച്ചു തരാം, ധൈര്യണ്ടേ വരി. ആയിരക്കണക്കിന് ആളുകൾ, നേരത്തെ മുജാഹിദായിരുന്ന ആളുകൾ, ജമാഅത്ത് ഇസ്ലാമിയായിരുന്നവർ, വന്നോളൂ ഞാനും കാണിച്ചു തരാം. ഇപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി മദ്രസ സെക്രട്ടറിയും പ്രസിഡന്റുമാണ്, കൊണ്ടുവന്ന് കാണിച്ചു തരാം. വേണമെങ്കിൽ അഡ്രസ്സ് പറഞ്ഞുതരാം, പോയി അന്വേഷിച്ചോളി.
സുഹൃത്തുക്കളെ, സുന്നത്തീയമായിട്ട് പറഞ്ഞാൽ ഫലം കിട്ടും. പക്ഷേ സുന്നത്തീയമായിട്ട് പറയാന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല, തെറി പറയലല്ല. സുന്നത്തീയമാത്തിൽ പ്രവർത്തിക്കുന്ന ചില ചെറുപ്പക്കാരായ പണ്ഡിതന്മാരോട് ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊക്കെ പറഞ്ഞു, എന്തു പറഞ്ഞു? നിങ്ങൾ ചീത്ത പറയരുത്, തെറി പറയരുത്, നിങ്ങൾ പരിഹസിക്കരുത്, കളിയാക്കരുത്. നിങ്ങൾ മുഖാമുഖം നടത്തണം, നിങ്ങൾ വാദപ്രതിവാദം നടത്തണം, നിങ്ങൾ ഖണ്ഡന പ്രസംഗം നടത്തണം, ഒക്കെ നടത്തണം. പക്ഷേ പരിഹസിക്കരുത്, ചീത്ത പറയരുത്. ആളുകൾ നന്നാകാൻ വേണ്ടിയാണ് നമ്മളെ പ്രവർത്തനം, ആൾക്ക് ഈമാൻ കിട്ടാനാണ്. അപ്പൊ ഒരു ബിരുദധാരി പറഞ്ഞു പേരോട് ശൂന്യല്ലാതെ. അയാൾ പറഞ്ഞു പേരോട് ശൂന്യല്ലാതെ. എന്ത് ചെയ്യാൻ? അള്ളാഹ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഓ സഹോദരന്മാരെ, നിങ്ങൾ വരൂ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. തലശ്ശേരിയിൽ അതാ ഒരു പള്ളി ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും പള്ളികൾ വേറെ വേറെ ഉണ്ട്. അവിടെ തബ്ലീഗ് ജമാഅത്തിനൊരു പള്ളി. ഈ തബ്ലീഗ് ജമാഅത്ത് ആരെ മനസ്സിലാവൂല, വല്ലാത്ത പെഞ്ചതള. സുബ്ഹാന, ഉള്ളു കൂടിയാ കയറുക. കാരണം തലയെക്കെട്ടുണ്ട്, താടിയുണ്ട്, നല്ല സ്വഭാവവും. കണ്ടാൽ ആളുകൾ വിചാരിക്കും നല്ല മനുഷ്യന്മാരാണ്. അതുകൊണ്ട് ഞാൻ പറയും, തലശ്ശേരിയിൽ സ്റ്റേഡിയം പള്ളിയിൽ ഖുത്ബ മലയാളം. ഏത് ഹദീസിലാ, ഏത് ഖുർആനിലാ അള്ളാഹിന്റെ റസൂലോ സഹാബത്തോ ഇമാമിങ്ങളോ ആരാ മലയാളത്തിൽ ഖുത്ബ ഓതിയത്? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിച്ചോളണം. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പേരോട് ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഈ ഹദീസ് തെളിവാണ്. ഖുത്ബ അറബിയിലല്ലെങ്കിൽ നിസ്കാരം സഹീഹല്ല. ഖുത്ബ അറബിയിലല്ലെങ്കിൽ നിസ്കാരം സഹീഹല്ല. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന്. അവിടുന്ന് അറബിയിൽ ഖുത്ബ ഓതി, അറബിയിൽ മാത്രമാണ് ജുമഅ നിസ്കരിച്ചത്. അതുകൊണ്ട് തന്നെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ മറ്റ് വല്ല ഭാഷയിലും പ്രസംഗിച്ചിട്ട് ജുമഅ നിസ്കരിച്ച റസൂലുള്ളാഹിന്റെ നിസ്കാരമല്ല. നബിതങ്ങൾ നിസ്കരിച്ച ഭാഷയിലാ ഖുത്ബ ഓതിയത്, ഖുത്ബ ഓതിയ ഭാഷയിലാ നിസ്കരിച്ചത്. ഖുത്ബക്കൊരു ഭാഷയും നിസ്കാരത്തിന് മറ്റൊരു ഭാഷയും അത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടായിരുന്നു ഈ കേസ് മുസ്ലിയാരോട് ചോദിച്ചു, പള്ളിയൊന്നുമില്ല, മുജാഹിദ് പള്ളിയേ ഉള്ളൂ, മുജാഹിദിന്റെ പള്ളിയിൽ മലയാളത്തിൽ പ്രസംഗം, അവിടെ ജുമഅക്ക് കൂടിയില്ലേ, ജുമഅ ഇട്ടൂല, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഈ കേസും വലിയ പറഞ്ഞ വീടിയും പിടിച്ച് ഇങ്ങനെ റോട്ടം കൂടി നടന്നോന്നായിരുന്നു. ഓ സഹോദരന്മാരെ, അത് പറയാൻ കാരണം നിന്റെ ജുമയും ബാത്തിലാക്കി ലുഹറുമില്ലാതെയായി പോവും. വീടി വലിച്ചാൽ കൂടിയാ കറാത്തേ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് ഇവിടെ വരുന്ന നിസ്കാരം തന്നെ നഷ്ടപ്പെടുകയാണ്. അതാ മുസ്ലിയാർ പറഞ്ഞത്. എന്നാ സുഹൃത്തുക്കളെ, ആ ജുമഅ അതാ സ്റ്റേഡിയം പള്ളി തലശ്ശേരിയിൽ തബ്ലീഗ് ജമാഅത്തുകാരല്ലേ പള്ളി ഭരിക്കുന്നത്, അതാ മലയാളത്തിലല്ലേ ഖുത്ബ? ചോദിക്കട്ടെ, സുന്നത്ത് ജമാഅത്തിന് വ്യതിചലിച്ചതുകൊണ്ടല്ലേ ഇമാമീങ്ങളെ മുഴുവനും തള്ളിയിട്ട് സഹാബത്തിന് തള്ളി അള്ളാന്റെ റസൂലിനെ തള്ളി മലയാളത്തിൽ ഖുത്ബ നിർവഹിക്കുന്നത്? അവിടെ ഖുത്ബ നിർവഹിച്ചൊരു മൗലവി തലശ്ശേരിയിൽ, ഞാൻ ചെറിയ മുത്തല്ലിമാണെന്ന്, ഞാൻ അവിടെ ഒരു വയലിന് പോയി. അവിടെ ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്നത് ശക്തമായി പ്രസംഗിച്ചു. കാരണം ഞാൻ അവിടെ ചെന്നപ്പോഴറിഞ്ഞ് എന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ ആ മൗലവിക്ക് ലാസ്റ്റ് അവിടെ ഒരു പരിപാടി ഉണ്ട് എന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ നന്നായിട്ട് മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഖുത്ബനെ സംബന്ധിച്ച് പറഞ്ഞ് ഞാനിങ്ങ് പോകുന്നു. ലാസ്റ്റ് ഇയാളാണല്ലോ, ഇയാളൊരൊറ്റ വെല്ലുവിളി, മലയാളത്തിൽ ഖുത്ബ ഓതിയാൽ ബാത്തിലാണെന്ന് തെളിയിച്ചാൽ ഞാൻ വെല്ലുവിളിക്കുന്നതിന് വല്ലാത്ത വെല്ലുവിളി. അങ്ങനെയുണ്ട്, മിനിറ്റിന് 4 വെല്ലുവിളിയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. വെല്ലുവിളി, ഭയങ്കര വെല്ലുവിളി. സുബ്ഹാനല്ലാഹ്. ഞാൻ ഉടനെ ഒരു കത്തെഴുതി. അയാളുടെ പേര് ചുഴലി അബ്ദുള്ള മൗലവി എന്നായിരുന്നു. ചുഴലി അബ്ദുള്ള മൗലവിക്ക് തുറന്ന കത്ത് എന്ന് പറഞ്ഞു. ഞാൻ സഖാഫിയൊന്നുമല്ല, ഞാൻ മുതഅല്ലിമാ. കത്തെഴുതി, ഞാൻ കിതാബുകളുമായി തലശ്ശേരി മർച്ചന്റ് അസോസിയേഷന്റെ ഹാളിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ഇന്ന ദിവസം നിങ്ങൾ അവിടെ വരണം, തെളിയിച്ചു തരാമെന്ന് എനിക്ക് കത്തെഴുതി. എന്റെ ആ കത്ത് അദ്ദേഹത്തിന് മൊയ്തു മാഷ്, വയനാട്ടിലെ മൊയ്തു മാഷ് ഇത് കൊടുത്തയച്ച്, തലശ്ശേരി മാഷ അയാൾ ഇത് കൊടുത്തയച്ച് പിന്നെ ജനങ്ങൾക്കെല്ലാം വിതരണം ചെയ്തു. ഞാൻ കിതാബും കെട്ടുകൊടുത്ത് പോയി എന്ന് മാത്രമല്ല, ഈ മാഷോട് ഈ മൗലവി പറഞ്ഞ് ഞാൻ വരൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കിതാബും കെട്ടെടുത്ത് പോയി. കാത്തിരുന്ന് സുബ്ഹാനല്ലാഹ്, വൈകുന്നേരം വരെ കാത്ത്. ഇയാൾ വന്നില്ല, ഇതുവരെ വന്നില്ല, ഇന്ന് വരെ വന്നില്ല. സുഹൃത്തുക്കളെ, പക്ഷേ ഞാൻ അവിടുന്ന് നന്നായി ഖുത്ബ മലയാളത്തിൽ ഓതുന്നതിനെ പറ്റി പ്രസംഗിച്ചു, നന്നായി പ്രസംഗിച്ചു. മലയാളത്തിൽ ഖുത്ബ ഓതിയ ജുമഅ ബാത്തിലാണ്. അല്ലാഹു തആല വലിയ നിഅമത്ത് ചെയ്തു. കാരണം ഇയാളെ വെല്ലുവിളി കേട്ടിട്ട് തലശ്ശേരിയിൽ ആലിഹാജി പള്ളി എന്നൊരു പള്ളി ഉണ്ടായി, അവിടെയും മലയാളത്തിൽ ഖുത്ബ തുടങ്ങിയിരുന്നു. സുന്നിപ്പള്ളിയിലും രണ്ടും മലയാളത്തിൽ ഖുത്ബ തുടങ്ങി. ഇയാളെ വെല്ലുവിളി കേട്ട് പേടിച്ചു പോയ ആൾക്കാർ അവിടെ 2 ആഴ്ച ഖുത്ബ മലയാളത്തിൽ ഓതിയിരുന്നു.
എന്റെ ഈ പരിപാടിയോടുകൂടി അവിടുത്തെ ഖുത്ബ വീണ്ടും അറബി തന്നെയായി മാറി, ഇപ്പോഴും അറബിയിൽ തന്നെ. എന്നാൽ അതും കഴിഞ്ഞിട്ട് ഞാൻ പുന്നോൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. മാഹി തലശ്ശേരിന്റെ ഇടയ്ക്കുള്ള സ്ഥലം പുന്നോൽ. ഞാൻ അവിടെ ഒരു ദിവസം പ്രസംഗിച്ച് SSFന്റെ പരിപാടി. ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു ഖുത്ബ മലയാളത്തിൽ ഓതിയാൽ ജുമാ ബാത്തിലാണ്. ശക്തമായി പ്രസംഗിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇസ്മായിൽ ഹാജി തോപ്പിയിട്ടിട്ട് ഇസ്മായിൽ ഹാജി വേറൊരു ഉമ്മക്കയുണ്ട്. ഇവര് രണ്ടാളും എഴുന്നേറ്റിങ്ങുന്നു. ഒരാൾ പറഞ്ഞു പുന്നോൽ ജുമാഅത്ത് പള്ളിയിലെ ഖുത്ബ പരിഭാഷ നിർത്തുക. അപ്പൊ എല്ലാരും അല്ലാഹു അക്ബർ തന്നെ. പിന്നെ ഇന്നേ വരെ അവിടെ മലയാളത്തിൽ ഖുത്ബ ഓതിയിട്ടില്ല. ചെന്ന് അന്വേഷിച്ചോളി, ഞാൻ പറഞ്ഞ ശരിയോ തെറ്റോ. സുഹൃത്തുക്കളെ, മഹാനായ ചേരമാൻ ജുമാ മസ്ജിദ് ആദ്യമായി ഇന്ത്യയിൽ ഉണ്ടാക്കിയ പള്ളി തൃശൂരില്, അവിടെ മലയാളത്തിൽ ഖുത്ബ തുടങ്ങി. കമ്മിറ്റിയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ കയറിക്കൂടി, മുജാഹിദ് കയറിക്കൂടി. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, വഖഫ് ബോർഡും കയ്യിലാക്കിയിട്ട് മുജാഹിദ് ജമാഅത്തിനൊക്കെ പള്ളിക്കമ്മിറ്റി കയറ്റിക്കൂട്ടാം എന്ന് വിചാരിച്ചാൽ അനുവദിക്കൂല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ജമാഅത്തുകാർ പള്ളിക്കമ്മിറ്റി കയറിക്കൂടി. എന്നിട്ട് മലയാളത്തിൽ ഖുത്ബയാക്കി മാറ്റി. സഹാബത്തിന്റെ കാലം മുതൽ അറബിയിൽ ഓതി വന്ന ഖുത്ബ മലയാളത്തിലാക്കി മാറ്റി. കുറച്ചു കാലം ഓതി. SSFന്റെ പ്രവർത്തകന്മാരെന്നോട് നിങ്ങൾ ഇതിനെപ്പറ്റി നാട്ടുകാർക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കണം. ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയി, പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ്, അടുത്ത ജനറൽ ബോഡിയിൽ ഖുത്ബ അറബിയിൽ തന്നെ ഓതാൻ തീരുമാനിച്ചു. ഇപ്പോഴും തുടരുന്നു. അല്ലാഹ് ചെയ്ത നിഅമത്താണ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ വെറുതെ അല്ല കൈലൂത്തി നടക്കുകയല്ല, ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കുകയാണ് ഇവിടെ. അതിന്റെ ഉദാഹരണമാ പറഞ്ഞത്. ഇനി നിങ്ങൾ വന്നോ, കുറ്റ്യാടി വന്നോ, അതാ കരീം ഖാനെ കാണാൻ നിങ്ങൾക്ക് ചെറിയ കുമ്പളത്ത്. അദ്ദേഹം നേരത്തെ മുജാഹിദ് പള്ളിയിൽ പോയ ആളാണ്. ഇപ്പൊ നമ്മളെ പള്ളി കമ്മിറ്റിന്റെ സെക്രട്ടറിയാണല്ലേ, പ്രസിഡന്റാണ്, ഭാരവാഹിയാണ്. നിങ്ങൾ ചെന്ന് നോക്കൂ, അവിടെയൊക്കെ 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും മദ്രസയും ഇല്ലായിരുന്നു. എല്ലാ സ്ഥലത്തും സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയും പള്ളിയും അല്ലാഹ് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന്റെ കൂടെ വേറെയും കുറെ തന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് അതൊരാദർശ പ്രസ്ഥാനമാണ്. അതിനെ ഊതിക്കെടുത്തി കളയാമെന്ന് ആർക്കും തോന്നണ്ട. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സംഘടന അത് ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. സുഹൃത്തുക്കളെ, പക്ഷേ ഞങ്ങൾക്കൊരു വിഷയമുണ്ട്. ഞങ്ങൾക്ക് ഖുർആൻ വിട്ട് കളിയില്ല, ഹദീസ് വിട്ട് കളിയില്ല. സുബ്ഹാനല്ലാഹ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈർ എന്ന് പറഞ്ഞു. അത് മാറ്റിയിട്ട് വീടല്ല പള്ളിയാണെന്ന് ഞങ്ങൾ പറയൂല. അള്ളാന്റെ റസൂല് പറഞ്ഞതിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് അണുവളവ് വ്യത്യാസം വരുത്തൂല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങള് അത് ഞങ്ങൾ കൈയൊഴിക്കൂല. അവിടുത്തെ സഹാബത്തിൽ ഏറ്റവും പ്രഗത്ഭരല്ലേ 4 ഖുലഫാഉർ റാഷിദീങ്ങള്. അവരെ സുന്നത്ത് മുറുകെ പിടിക്കാൻ അവിടുന്ന് പറഞ്ഞതാണ്. ആ ഖുലഫാഉർ റാഷിദീങ്ങള് 20 റക്അത്ത് തറാവീഹ് അങ്ക് നടപ്പാക്കി തന്നു. അത് തന്നെ ആ മക്കയിലും മദീനയിലും ഇക്കഴിഞ്ഞ റമദാൻ വരെ 20 റക്അത്ത് തറാവീഹാണ്. അത് ചുരുക്കാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂല. മഹാന്മാരായ സഹാബത്തിനെ വിട്ടുകൊണ്ടൊരു സുന്നത്ത് ജമാഅത്തില്ല, ഒരു മുസ്ലിം ജമാഅത്തില്ല, ഇസ്ലാമില്ല. ആ മഹാന്മാരായ സഹാബത്ത് 3 തലാഖ് ചൊല്ലിയാ 3 നിങ്ങളെ പഠിപ്പിച്ചോ. അങ്ങനെ 3 തലാഖ് ചൊല്ലിയാൽ അത് ഒറ്റയും പോവില്ലെന്നോ അല്ലെങ്കിൽ ഒന്നേ പോവുള്ളൂന്നോ പറയാൻ ഞങ്ങളെ കിട്ടൂല. 3 തലാഖ് ചൊല്ലിയാൽ അത് 3 തന്നെയാണ്. അതേ, പിന്നെ ഹറാമാണ്. അവിടെ വ്യഭിചാരത്തിന് പെർമിഷൻ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. സംരക്ഷിച്ച് ജീവിക്കണം. കുറെ ആളുകളെ തൃപ്തിയോ കുറെ ആളുകൾ കുറ്റം പറയുന്നതോ അത് രണ്ടും ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങളെ നേതാവാണ് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, ഇന്നക ലാ തഖദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും, സർവ്വജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയൂല. ഫഅസ്ലിഹ് മാ ബൈനക വ ബൈനല്ലാഹി സുമ്മ ലാ തുബാരി ബിന്നാസ്.
അതുകൊണ്ട് അള്ളാഹുവിന്റെയും നിന്റെയും ഇടയ്ക്കുള്ള കാര്യം നീ നന്നാക്കി വെക്കണം. പിന്നെ ജനങ്ങൾ നിന്നെ ബഹുമാനിച്ചാലും ജനങ്ങൾ കുറ്റം പറഞ്ഞാലും നീ രണ്ടും വില വെക്കണ്ട. ഞങ്ങൾക്ക് വേണ്ടത് ഈമാനോടുള്ള മരണമാണ്, ഇസ്ലാമിലായിട്ടൊന്ന് രക്ഷപ്പെടലാണ്, നിങ്ങൾ ആഖിബത്ത് നന്നാകലാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീങ്ങൾ സദസ്സിലേക്ക് വരണം. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഏത് പ്രയാസങ്ങളും തരണം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഏത് വിഷയങ്ങളെയും നമ്മൾ നെഞ്ഞൂക്കോടെ നേരിടണം. അതേ സമയത്ത് നമ്മളെ ഭാഗത്ത് നിന്ന് അക്രമങ്ങളോ അനാശാസ പ്രവണതകളോ തെറ്റായ നയങ്ങളോ നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളോ നമ്മുടെ ഭാഗത്തു നിന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിയമവിധേയമായി നമുക്ക് അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം, അത് നിലനിർത്തണം. അതിന് നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അർപ്പിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് ഏറ്റവും സ്നേഹമുള്ള സൃഷ്ടി. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അവൻ സൃഷ്ടാവാണ്. അതോടുകൂടെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞവരുണ്ട്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെ കല്ലെറിഞ്ഞവരുണ്ട്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൊല്ലാൻ വന്നവരുണ്ട്, കൊന്നാൽ 100 ഒട്ടകം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചവരുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടുണ്ട്, അവിടുത്തെ കയ്യിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടുണ്ട്, അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അവിടുന്ന് പിന്നോട്ട് പോയിട്ടില്ല, അവിടുന്ന് തളർന്നിട്ടില്ല, അവിടുന്ന് അതാ ധൈര്യം നശിച്ചിട്ടില്ല. പലരും പിന്തിരിഞ്ഞുപോയി. ശത്രുക്കളുടെ അക്രമത്തിന്റെ കാരണത്താൽ പലരും പല ഭാഗത്തേക്ക് തിരിഞ്ഞുപോയി. ആ സമയത്ത് അവിടുന്ന് ചാടി ഇറങ്ങുകയാണ്. അനന്നബിയോ ലകദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ്, ഞാൻ നബിയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, കളവില്ല, എന്റെ ആദർശം സത്യമാണ്, സത്യമാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, കളവില്ല. ഈ സത്യത്തിൽ ഉറച്ചു നീങ്ങുമ്പോ മറുവശത്താരാണെന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതേ, അനന്നബിയു ലകദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, തറവാട്ടുകാരനാണ്, ധൈര്യമുള്ള ബാപ്പക്ക് പിറന്നതാണ്. ഇല്ല, നിങ്ങളെ ശത്രുക്കളുടെ വരവോ ശത്രുക്കളുടെ അക്രമമോ കണ്ട് ഞാൻ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം മണ്ണ് വാരിയിട്ട് സാഹത്തിൽ ഒരാറങ്ങെറിഞ്ഞപ്പോൾ ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയില്ലേ? സഹായം റബ്ബിൽ നിന്നാണ്. ആ റബ്ബിന്റെ സഹായം പ്രതീക്ഷിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ എസ്എസ്എഫും എസ്വൈഎസും മുസ്ലിം ജമാഅത്തും എസ്എംഎയും സുന്നി ജമീയത്തുൽ മുഅല്ലിമീനും നമ്മുടെ സംഘടനാ കുടുംബങ്ങളൊക്കെ ശക്തിപ്പെടുത്തണം. സുന്നത്ത് ജമാഅത്തിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, അതിൽ വെള്ളം ചേർക്കാതെ മറ്റ് പുത്തനാശയത്തെ കൂട്ടിച്ചേർക്കാതെ പ്രവർത്തിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമയുടെ കീഴിൽ, റഈസുൽ ഉലമയുടെ കീഴിൽ ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളെ നന്നായി പ്രവർത്തിക്കുകയും അണിചേരുകയും വേണം. അത് നമ്മുടെ ഈമാൻ രക്ഷിക്കാനാണ്. നിങ്ങൾക്കറിയോ, സമയമില്ല, സഹ്റുബ്നു ഹൗസബ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു, ഞാൻ സാധാരണയായി രാവിലെ ഇങ്ങോട്ട് ഇറങ്ങും, മയ്യത്ത് നിസ്കരിക്കാണ്ടൊക്കെ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോകും. ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് മയ്യത്തെല്ലാം കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോണ്ട് 2 ആളുകൾ നല്ല വെള്ളക്കുപ്പായവും തലയെക്കെട്ടും താടിയെല്ലാം ഉണ്ട്, 2 ആൾ തമ്മിൽ തല്ലൂടുന്നു ഒരു സ്ഥലത്തുനിന്ന്. ഞാൻ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ കണ്ടു നോക്കുമ്പോൾ ഒരു നല്ല മനുഷ്യന്മാരെ പോലെ താടിയും തലയെക്കെട്ടൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെന്തെങ്കിലും കുഴപ്പം കൂടുന്നു? കുഴപ്പം കൂടല്ല. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇയാള് പറയുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ എത്രയോ താഴെയാണ്, അലി ഇബ്നു അബി താലിബാണ് ഏറ്റവും ബഹുമാനമുള്ള ആളെന്ന് പറയും. അതിന്റെ പുറമെ ഇയാൾ പറയുന്നു സിദ്ദീഖുൽ അക്ബർ
കളവ് പറഞ്ഞ ആളാണ് എന്ന് പറയുന്നു. ഇസ്ലാമില് ശരിയായ മാർഗത്തിലല്ല എന്ന് പറയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിനെ പറ്റിയും പറയുന്നു, ഇയാളെ ഞാൻ വിടൂല. സുബ്ഹാനല്ലാഹ്. മൂപ്പര് പറഞ്ഞു, അള്ളാന്റെ അടുക്കൽ ഒരു കോടതിയില്ലേ, നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞാൽ ശരിയാവോ, അതുകൊണ്ട് നിങ്ങൾ വിട്. ഇയാള് പറയണം, അങ്ങനൊന്നും ഞാൻ വിടൂല. ഞാൻ ഇയാളുമായുള്ള വിഷയം വിടണമെങ്കിൽ അവിടെ ഉണ്ട് ഒരു ചൂള വെക്കാൻ പോകുന്നു. ആ ചൂള വെക്കുന്ന ആൾ എടുത്തേക്ക് പോവാ, രണ്ടാളും പോവാ. എന്നിട്ട് ആരാ സത്യം? അള്ളാന്റെ മുമ്പിൽ സത്യം ചെയ്യാ. ഞാനോ സത്യം, ഇയാളോ സത്യം, സത്യം ചെയ്യാ. എന്നിട്ട് രണ്ടാളും ചൂളന്റെ ഉള്ളിൽ കയറുക, എന്നിട്ട് ചൂള അടക്കുക. എന്നിട്ട് അസത്യത്തിലുള്ളവനാരാ ഉള്ളിന്ന് കരിയട്ടെ, ഞാൻ റെഡിയാണെന്ന്. മറ്റേ ആള് റാഫിദത്ത് ഷിയാക്കളിൽ പെട്ട ആൾ, അയാളൊന്നും ഞാനും റെഡിയാന്ന്, ഞാനും റെഡിയാന്ന്. ചൂള വെക്കുന്ന ആളെടുത്ത് ചെന്ന് ഇയാൾ പറഞ്ഞപ്പോ ചൂളക്കാരൻ പറഞ്ഞ് പറ്റൂല, നിങ്ങൾ രണ്ടാളും കഴിഞ്ഞു പോകുന്നു. ഇവർ അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഞങ്ങൾ തമ്മിൽ ഇത്തർക്കൊന്ന് തീരണം, ഇതിനുള്ളിൽ കയറിയേ പറ്റുള്ളൂ. അവസാനം രണ്ടാളും കയറ്റി. അബൂ അബ്ദുല്ലാഹിൽ മറാഖസി റളിയല്ലാഹു അൻഹു മിസ്റാഹുൽ കലാം എന്ന് പറഞ്ഞ കിതാബിൽ ഏകദേശം ഹിജറ 700 ജീവിച്ച ആളാ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. രണ്ടാളും അതിന്റെ ഉള്ളിൽ കയറി. രണ്ടാളും ആദ്യം ഒരു സത്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, സിദ്ദീഖുൽ അക്ബറിനാണ് ബഹുമാനം, അലി ബിൻ അബി താലിബിനല്ല. സിദ്ദീഖുൽ അക്ബർ സത്യസന്ധനാണ്, മഹാനാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാ ഞാൻ എന്ന് പറഞ്ഞ് കുറെ പറഞ്ഞു. അലി ബിൻ അബി താലിബ് വലിയ മഹാൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് സുന്നത്തി ജമാഅത്തിൽപ്പെട്ട പണ്ഡിതൻ, സുന്നത്തി ജമാഅത്തിൽപ്പെട്ട ആൾ, അയാൾ പണ്ഡിതനോ അല്ലേന്ന് അറിയില്ല, അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. പടച്ചവനെ, അതുകൊണ്ട് ഞാൻ ഇതും കൊണ്ട് ഈ ചൂളന്റെ ഉള്ളിൽ കയറുകയാണ്. നീയല്ലേ തീരെ പടച്ചവൻ, നീയല്ലേ തീരെ നിയന്ത്രിക്കുന്നവൻ, നീ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മൂപ്പരങ്ങട്ട് കയറി. അപ്പൊ ഷിയാക്കളിൽപ്പെട്ട ചങ്ങായി അബൂബക്കർ സിദ്ദീഖ് പേച്ചാളാണ്, അതിനേക്കാൾ എത്രയോ വലിയ ആൾ അലി ബിൻ അബി താലിബാണ് എന്ന് പറഞ്ഞ് സത്യം ചെയ്ത് ഇവനും അങ്ങോട്ട് കയറി. ചൂളക്കാരൻ ശരിക്കും അങ്ങോട്ട് അടച്ച്, ചൂള അടച്ച് അദ്ദേഹം പോയി. സുബ്ഹാനല്ലാഹ്, റളിയല്ലാഹു പറയാണ്, ഞാൻ ഇതെന്താവുന്നുള്ള ബേജാറിൽ ഇങ്ങനെ നിന്ന് ഉച്ച കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ഒരു ഭാഗം പൊളിഞ്ഞങ്ങ് വീണപ്പതാ അതിന്റെ ഉള്ളിന്ന് നമ്മളെ സുന്നത്തി ജമാഅത്തിൽപ്പെട്ട ആള് നല്ല സ്മേരവതനായി പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങിങ്ങട്ട് വരികയാണ്. ഞാൻ ചോദിച്ചെന്തായി? ഒന്നുമില്ല, നല്ല 1-ാം നമ്പർ തോട്ടം, നല്ല സുഖമുള്ളൊരു സ്ഥലം എനിക്ക് അല്ലാഹു തന്നു. ഇനി മറ്റേ ആളെന്തായിന്ന് അറിയണം എനിക്ക്. ഞാൻ ചൂളക്കാരനെയും പോയി നമ്മളെ ഒന്ന് പൊളിച്ചോക്ക, അതിൻ്റെ ഉള്ളിലും തള്ളു നോക്കാം. അങ്ങനെ ചെന്ന് നോക്കുമ്പോ അദ്ദേഹം വന്നൊരു വലിയ ഇരുമ്പിന്റെ കഷ്ണവും കൊണ്ടുവന്ന് ഈ ചൂളന്റെ ഉള്ളിൽ ഇങ്ങനെ പരതി പിടിച്ച് അവസാനം ഒരു തോട്ടി കിട്ടി, ഒരു തലയോട്ടി കിട്ടി. അതിങ്ങ് വലിച്ചിട്ട് നോക്കുമ്പോ ആ തലയോട്ടി അല്ലാതെ മുഴുവനും കത്തിക്കരിഞ്ഞുപോയി. അതിന്റെ മേലെ എഴുതിയിട്ടുണ്ട് ഐസും മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശനായി നശിച്ചവൻ എന്നവിടെ എഴുതിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിച്ചിട്ട് വലിയ കറാമത്തുകളും വലിയ വലിയ സ്ഥാനങ്ങളുമൊക്കെ കണ്ടവരാണ് നമ്മുടെ മുൻഗാമികൾ കേട്ടോ. നമ്മൾ ഈ ആഖിർസമാനിലെ ചണ്ടിചവറുകളായി പോയി. സുന്നത്ത് ജമാഅത്ത് ഹഖാണ് കേട്ടോ. ഈ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ഈമാനോടെ മരിക്കണം. അതിനു വേണ്ടിയാണ്. അല്ലാതെ നമുക്കോ ഒരു പാർട്ടിയുമില്ല, അതേ കക്ഷി രാഷ്ട്രീയമില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ അല്ലാഹു നമുക്ക് തന്നതൊക്കെ നമ്മൾ വിനിയോഗിക്കണമെന്ന് നിങ്ങളോടുണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ പ്രസംഗം നിർത്താൻ നോക്കുമ്പോൾ അലി ഉസ്താദ് എഴുന്നേറ്റ് നിന്നു. നിങ്ങൾക്ക് തന്നൊക്കെ വിനിയോഗിക്കണോ? അതിൽ പൈസയും വിനിയോഗിക്കണോ? നിങ്ങളൊക്കെ നല്ല സംഭാവന തരണോ? ഈ പരിപാടികളൊക്കെ നടത്തിയതിന്റെ ചെലവിലേക്ക് സംഭാവന തരണം. ഞാനിവിടെ കയറി വരുമ്പോൾ തന്നെ സിറാജുലേക്ക് പലരും നേർച്ച തന്നിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഫലം കൊടുക്കട്ടെ. അവരുടെ നേർച്ചകളൊക്കെ അള്ളാഹു ഫലത്തിലാക്കട്ടെ. അലി ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട് മൂപ്പരും തന്നിട്ടുണ്ട് സിറാജുലേക്ക് നേർച്ച. നല്ലോണം ദ്വാരക്കാം. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരക്കാം. നമ്മളെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും, നമ്മുടെ നൂറുദ്ദീനും അതുപോലെ തന്നെ കുഞ്ഞംസയും നമ്മൾ അല്ലാഹു തആല അവരൊക്കെ ശുഹദാക്കളിൽപ്പെടുത്തട്ടെ. അതുപോലെ നമ്മളെ കൊല്ലപ്പെട്ടു പോയവരും മരിച്ചുപോയവരും നമ്മളെ ഉസ്താദുമാർ പാലക്കാടിലെ തന്നെ നമ്മുടെ ബാപ്പു മുസ്ലിയാർ, അതുപോലെ തന്നെ കുമരം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ അലനല്ലൂർ ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആലിമീങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയില്ലേ. മിന്നാന്ന് മരിച്ചേ അവൾക്കുന്നിന്റെ ബാപ്പ. അല്ലാഹു തആല എല്ലാവരെയും ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. നമ്മളെ ബാപ്പ ഉമ്മ വാപ്പാർ, എന്റെ ഉമ്മ മരിച്ച മാസമാണിത്. അല്ലാഹു തആല ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ ആണ്ട് നടക്കുന്ന മാസമാണിത്.
ബഹുമാനപ്പെട്ട ഖാജാ മൊയ്നുദ്ദീൻ അജ്മീരി തങ്ങളുടെ ആണ്ട് നടക്കുന്ന മാസ ഖാജാ മൊയ്നുദ്ദീൻ അജ്മീരിയും ഇതുപോലെ തന്നെ തീയിൽ കടന്നിട്ടുണ്ട്. എന്തിന്? സുന്നത്ത് ജമാഅത്ത് ഇസ്ലാം ഹക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു പോറൽ വെൽക്കാതെ മടങ്ങി വന്നിട്ടുണ്ട്. ബഹുമാൻ അഹമ്മദ് ഷാലിയ തങ്ങൾ മൗലിദിൽ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുസ്ലിം ജമാഅത്തിന്റെ സോൺ പ്രസിഡന്റ് ജ്യേഷ്ഠം മരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരൊക്കെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ആരാ വാങ്ങ? അലി ഉസ്താദിന്റെ ആരോഗ്യം ബുദ്ധിമുട്ടിക്കണം. നിങ്ങൾ ആരോഗ്യം വാങ്ങിയാൽ ഞാൻ വാങ്ങിയാൽ എന്റെ കൈക്ക് ചെറിയ വേദന ഉണ്ട്. ആളുകൾ പിടിക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വാങ്ങാം. കൈക്ക് വേദന ഉണ്ട് സത്യം. എന്റെ വിരലൊക്കെ കണ്ട് നിങ്ങൾ തരിച്ചിട്ട്. അപ്പോ അതുകൊണ്ട് പിടിക്കാതെ തരികയാണെങ്കിൽ ഞാൻ വാങ്ങാം. അവിടെ അങ്ങോട്ട് വെച്ചു. അല്ലാഹു തആല നമ്മളെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. ഇലാ ഹദ്റത്തുൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. നമ്മൾ മരിച്ചു എല്ലാവരുടെ പേരിലും ഫാത്തിഹ. നമ്മളെ സിറാജുല്ലതിന്റെ റിസീവർ ഉണ്ട് ഇവിടെ. നിങ്ങളെല്ലാം വീട്ടിൽ വരുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം. ഇവിടുന്ന് കൊടുക്കാനല്ല, അത് ഒറ്റ റിസീവർമാർക്കും കമ്മീഷനില്ല, എല്ലാവർക്കും ശമ്പളം. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. 70 ലക്ഷം രൂപയോളമാണ് ഒരു മാസത്തിൽ സിറാജുൽ നടത്താൻ. 25 ലക്ഷത്തോളം നേർച്ച കിട്ടും. പക്ഷെ അതുകൊണ്ടൊന്നും മതിയാവില്ല. അതുകൊണ്ട് എല്ലാവരും വീട്ടിലെല്ലാം വരുമ്പോൾ കടയിലൊക്കെ വരുമ്പോൾ നല്ല നേർച്ച കൊടുക്കണം. എത്രയോ പള്ളികളും മദ്രസകളും 1000-ലധികം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ അൽഹംദുലില്ലാ വേറെ എത്രയോ കുട്ടികൾ പഠിക്കുന്നു. അതിനൊക്കെ നിങ്ങളൊക്കെ സംഭാവന കൊടുക്കണം. നമ്മളെ റിസീവർമാർ വരുമ്പോൾ അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഇവിടത്തേക്ക് സംഭാവന തരണം. അൽ ഫാത്തിഹ. ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. സിറാജുലൊക്കെ നേർച്ചയൊക്കെ ഇയാളത്ത് കൊടുക്കുക. ഇവിടത്തേക്കുള്ള എന്റെ കൈ തരാം. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.